ദുരന്തങ്ങൾ നേരിടാൻ സംസ്ഥാനത്തെ ഫയർഫോഴ്സിന് ഇനി 2 പുതിയ ഉപകരണങ്ങൾ കൂടി. പുതുതായി വാങ്ങിയ ഫയർ ഫൈറ്റിംഗ് റോബോട്ടും അണ്ടർ വാട്ടർ ഡ്രോണും മുഖ്യമന്ത്രി ഫയർഫോഴ്സിന് കൈമാറി. മനുഷ്യന് എത്താൻ കഴിയാത്ത ഇടങ്ങളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്താൻ പുതിയ ഉപകരണങ്ങൾക്ക് കഴിയും. മനുഷ്യന് നേരിട്ട് തീയണക്കാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ റിമോട്ട് കൺട്രോളർ ഉപയോഗിച്ച് എത്തിക്കാൻ കഴിയുന്ന ഉപകരണമാണ് ഫയർ ഫൈറ്റിംഗ് റോബോട്ട്. 300 മീറ്റർ ദൂരത്തു നിന്ന് പോലും റിമോട്ട് ഉപയോഗിച്ച് ഇതിനെ നിയന്ത്രിക്കാം. ഈ ഉപകരണത്തിന് പടികളിലൂടെയും റാപ്പുകളിലൂടെയും കയറുവാനും ഇറങ്ങുവാനും കഴിയും. മുഖ്യമന്ത്രി റോബോട്ടിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് അക്സസിബിൾ അല്ലാത്ത സ്ഥലത്ത് ഈ റോബോട്ട് കയറി ചെന്നിട്ട് നമുക്ക് വേണ്ടി ആ ജോലി ചെയ്യും. അതേപോലെ മിക്കവാറും തീയുടെ ഉള്ളിലേക്കൊക്കെ ഇതിന് പോകേണ്ടി വരുന്ന സാഹചര്യത്തിൽ റോബോട്ടിന് കേടുപാട് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഈ റോബോട്ടിന് ചുറ്റും സ്പ്രേ നോസിൽസ് ഉണ്ട്. സ്കൂബ ഡ്രൈവർമാരെ സഹായിക്കാനാണ് അണ്ടർ വാട്ടർ ഡ്രോൺ. ക്യാമറ, സോണാർ എന്നിവ ഘടിപ്പിച്ച മൂവിംഗ് യൂണിറ്റാണിത്. ക്യാമറയിലൂടെ വെള്ളത്തിനടിയിലെ ദൃശ്യങ്ങൾ വ്യക്തമായി കാണാൻ കഴിയും. ക്യാമറയിൽ തെളിയുന്ന സ്ഥലത്ത് സ്കൂബ ഡൈവേഴ്സിന് മുങ്ങി തിരച്ചിൽ നടത്താനും കഴിയും. ക്യാമറയിൽ തെളിയുന്ന സ്ഥലത്ത് സ്കൂബ ഡൈവേഴ്സിന് മുങ്ങി തിരച്ചിൽ നടത്താനാകും. ദുരന്തമുഖങ്ങളിൽ സേനയ്ക്ക് കൂടുതൽ മുതൽക്കൂട്ടാകുന്നതാണ് അത്യാധുനിക സംവിധാനങ്ങളുള്ള ഈ 2 ഉപകരണങ്ങളും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.